ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏതാനും പെന്നി സ്റ്റോക്സ് ആണ്. ഞാൻ പെന്നി സ്റ്റോക്സിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, കാരണം അതൊരു റിസ്കി ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നതാണ്. എന്നാൽ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ വാട്സപ്പിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അയച്ചിട്ടുള്ള മെസ്സേജസ് ആണ്. ഒരുപാട് പേർ പെന്നി സ്റ്റോക്സിന് വേണ്ടി മെസ്സേജ് ചെയ്തിരുന്നു. ഇന്നത്തെ ഈ വീഡിയോ അവർക്ക് വേണ്ടിയുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, പെന്നി സ്റ്റോക്സ് ഹൈലി റിസ്കി ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനാൽ തന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണും. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. വെൽക്കം ടു വോൾസ് ആൻഡ് ബുൾസ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് സ്റ്റീൽ ഇൻഡസ്ട്രിക്കുള്ളത്. സ്റ്റീൽ പ്രൊഡക്ഷനിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണ് ഉള്ളത്. 10 കോടി ടൺ സ്റ്റീലാണ് പെർ ഇയർ നമ്മുടെ രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഉപയോഗം അത്ര പെട്ടെന്നൊന്നും കുറയില്ല, കാരണം ഇൻഫ്രാസ്ട്രക്ചർ, ഓട്ടോമൊബൈൽസ് തുടങ്ങി നമ്മുടെ വീട് പണിക്ക് വരെ സ്റ്റീൽ അത്യാവശ്യമാണ്. അതുപോലെ സ്റ്റീൽ കൺസ്യൂമേഴ്സിൻ്റെ കാര്യത്തിലും നമ്മുടെ രാജ്യം ആദ്യം 3 സ്ഥാനങ്ങളിൽ തന്നെ ഉണ്ട്. അതിനാൽ തന്നെ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഇനിയും നമുക്ക് ഒരുപാട് ഗ്രോത്ത് പ്രതീക്ഷിക്കാം. കൂടാതെ 2012 വരെ സ്റ്റീൽ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമായിരുന്ന ഇന്ത്യ ഏതാനും വർഷങ്ങൾ കൊണ്ട് സ്റ്റീൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറി എന്നതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ ഒരു ഇന്റർനാഷണൽ പ്രൊഡ്യൂസർ ആവാനാണ് നമ്മുടെ രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് ഒരു വലിയ സാധ്യതയുണ്ട്. ഇനി ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി നേട്ടം കൈവരിക്കാൻ സാധ്യതയുള്ള ഈ ഇൻഡസ്ട്രിയുള്ള കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്പനീസിന്റെ പേര് പറയുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഞാൻ പറയാൻ പോകുന്ന കമ്പനികളെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായി എടുക്കാതിരിക്കുക. ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സാമ്പത്തിക വിദഗ്ധന്റെ സഹായം തേടും. ഒന്നാമത്തെ കമ്പനിയാണ് എർത്ത് ആൻഡ് അലോയ്. നിലവിൽ 50 രൂപയുടെ മുകളിലാണ് സ്റ്റോക്ക് പ്രൈസ് വരുന്നത്. കാസ്റ്റ് ഇരുമ്പ് കട്ടകളും ഡക്റ്റൈൽ പൈപ്പ് ഫിറ്റിംഗ്സ് നിർമ്മിക്കുന്ന കമ്പനിയാണ് എർത്ത് ആൻഡ് അലോയ്. ഛത്തീസ്ഗഡിൽ 5 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഫാക്ടറി കമ്പനിക്കുണ്ട്. നമ്മുടെ രാജ്യത്ത് ജലവിതരണ സംവിധാനത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കമ്പനിക്ക് സഹായകമാകുന്നതാണ്. 61 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയുടെ 73% ഷെയർസും ഹോൾഡ് ചെയ്യുന്നത് കമ്പനി പ്രൊമോട്ടേഴ്സ് തന്നെയാണ്. അടുത്ത കമ്പനിയാണ് മദർസൺ സുമി വയറിംഗ്. സുമിറ്റോമോ വയറിംഗ് സിസ്റ്റവും മദർസൺ ഗ്രൂപ്പും ചേർന്നുള്ള പാർട്ണർഷിപ്പിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. 40% മാർക്കറ്റ് ഷെയറുള്ള കമ്പനി ഇന്ത്യൻ വയറിംഗ് ഹാർനസ് സെക്ടറിലെ മാർക്കറ്റ് ലീഡറാണ്. ഇന്ന് 70 രൂപയുടെ അടുത്ത് സ്റ്റോക്ക് പ്രൈസ് ഉള്ള കമ്പനിയുടെ ലാസ്റ്റ് 1 ഇയർ റിട്ടേൺ 40% ആണ്. അതുപോലെ ഡെപ്റ്റ് കുറഞ്ഞ കമ്പനിയാണ് മദർസൺ സുമി. കൂടാതെ കമ്പനി പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് 61% മുകളിലാണ്. ഈ കമ്പനിയുടെ മറ്റൊരു പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ 17% മുകളിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും 11% ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഉണ്ട് എന്നതാണ്. അടുത്ത കമ്പനിയിലേക്ക് പോകാം. ചെമൻ മെറ്റാലിക്സ്. MS ഇഗ്നോട്ടുകളും TMT ബാറുകളും നിർമ്മിക്കുന്ന GS ഗ്രൂപ്പിന്റെ ഭാഗമാണ് ചെമൻ മെറ്റാലിക്സ്. 2023 കമ്പനി ലിസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് 90 രൂപയ്ക്ക് മുകളിൽ സ്റ്റോക്ക് പ്രൈസുള്ള കമ്പനിയുടെ ലാസ്റ്റ് ഇയർ റിട്ടേൺ 88% മുകളിലാണ്. കമ്പനിയുടെ 73% ഹോൾഡ് ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സ് തന്നെയാണ്. അതുപോലെ സെയിൽസ് ഗ്രോത്ത് 23.1%, പ്രോഫിറ്റ് ഗ്രോത്ത് 108.7%, ROCE 31.7%. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്കൊരു ബോണസ് സ്റ്റോക്ക് കൂടിയാണ്. അതാണ് ടാറ്റ സ്റ്റീൽ. ഇതൊരു പെന്നി സ്റ്റോക്ക് ഒന്നല്ല, എൻ്റെ ഫേവറേറ്റ് ആണ്. ടാറ്റ സ്റ്റീലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ പേര് മുഹമ്മദ് റാഫി, സൈനിങ് ഓഫ്.